വെറുതെ ഒരു ഹീറോയിൻ അങ്ങനത്തെ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർബന്ധം ആദ്യം തൊട്ടേ എൻ്റെ മനസ്സിലുണ്ട്. നസ്രി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ പോലെ അല്ല ഇതിൽ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു കപ്പിളായിട്ടോ അങ്ങനെ ഒരു പേരല്ല, വേറൊരു രീതിയിലാണ് ഇതിൻ്റെ വേറൊരു കെമിസ്ട്രിയാണ്. എല്ലാ കാലത്തും അഭിനയിച്ചിട്ടുള്ള സിനിമകളാണെങ്കിലും അതിനകത്ത് ഫീമെയിൽ ക്യാരക്ടർ വാസ് വെരി സ്ട്രോങ്. അത് കഥ എങ്ങനെയാ പോയാലും അതിനെ ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതൊരു പക്ഷേ പല നായികമാർക്കും ലാക്ക് ചെയ്യുന്ന ഒരു പോയിന്റാണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ അത്രയും ഫീമെയിൽ സെൻട്രിക് അല്ലെങ്കിൽ പോലും അത്ര ഒരു സ്ട്രോങ് ക്യാരക്ടേഴ്സ് ഇല്ലാതെ പോകുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്ത കഥാപാത്രങ്ങളിലൊക്കെ അത് വേണം എന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു. അത് ബന്ധപ്പെട്ടതാണോ? നിർബന്ധമുണ്ട്. അതുകൊണ്ടാണോ സൂക്ഷ്മദർശിനി ചൂസ് ചെയ്യുന്നത്? വെറുതെ ഒരു ഹീറോയിൻ അങ്ങനത്തെ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർബന്ധം ആദ്യം തൊട്ടേ എൻ്റെ മനസ്സിലുണ്ട്. സൂക്ഷ്മദർശിനി ആദ്യം എല്ലാ പടവും ചെയ്യാനുള്ള കാരണം കഥ തന്നെയാണ്. ആൻഡ് ദെൻ എനിക്ക് തരുന്ന ക്യാരക്ടർ ആ കഥയായിട്ട് എത്ര ഹൗ മച്ച് ഷീ ഹാസ് ടു ഡു ഇൻ ടെല്ലിങ് ദി സ്റ്റോറി എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. ഈ കഥ പറയാൻ ഈ ക്യാരക്ടർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അതങ്ങനെ ഒരു മറ്റത് നിർബന്ധമാണ്. ബേസിലിന്റെ ക്യാരക്ടേഴ്സിലേക്ക് വന്നത് നേരെ തിരിച്ചാണ്. അതായത് ഏത് ഷെയ്ഡിലേക്ക് വേണമെങ്കിലും നമുക്ക് നിർത്താൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പം ജയഹയിലുള്ള ഒരു മെയിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി മാൻ അല്ല ഫാലിമിയിലെ ഫാമിലി മാൻ. അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് കഥാപാത്രങ്ങളെ ചൂസ് ചെയ്യാണോ ചെയ്യുന്നത്? നല്ല സിനിമയായിരിക്കുക എന്നുള്ളതാണ് ആദ്യം ആലോചിക്കുക. പിന്നെ ആ ക്രൂ അവരെല്ലാം ഓക്കെ. അങ്ങനെ സംഭവിക്കുമ്പോൾ തന്നെ ആ കൊളാബറേഷൻ നല്ലതായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ക്യാരക്ടേഴ്സിലൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യും. അത് അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ജയകയിൽ വിപിൻ ചേട്ടനുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു വിഷൻ ഉണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് ഇങ്ങോട്ട് കിട്ടുക എന്നുള്ളതാണ്. ആസ് എ ഡയറക്ടർ അവർക്ക് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ മാറ്റി കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുമ്പോഴാണ് അത് കൃത്യമായിട്ട് വേറൊരു ക്യാരക്ടറായിട്ട് മാറുന്നത്. അപ്പോൾ അത് സംഭവിക്കുന്ന സിനിമകളുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പിന്നെയുള്ളൊരു പ്രയോറിറ്റി. അപ്പോൾ അത് ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഉള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ സൂക്ഷ്മദർശിനിയിലേക്ക് വരുമ്പോഴും എനിക്ക് ഞാൻ ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. ഇതുവരെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി അങ്ങനത്തെ ഒരു റൈറ്റിംഗ്. പിന്നെ നസ്രി ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ പോലെ അല്ല ഇതിൽ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു കപ്പിളായിട്ടോ അങ്ങനെ ഒരു പേരല്ല, വേറൊരു രീതിയിലാണ് ഇതിൻ്റെ വേറൊരു കെമിസ്ട്രിയാണ്. അപ്പോൾ അതും രസമായിട്ട് തോന്നി. ആ കാസ്റ്റിംഗ് ടിപ്പിക്കൽ കാസ്റ്റിംഗ് അല്ല, ഒരു ഫസ്റ്റ് തോട്ടിൽ വരുന്ന കാസ്റ്റിംഗ് അല്ല ഈ സിനിമയുടെ കാസ്റ്റിംഗ്. ചിലപ്പോൾ ആദ്യം നമുക്ക് തോന്നുമ്പോൾ ഇന്നയാൾ കറക്റ്റ് ആയിരിക്കും, ഇന്നയാൾ കറക്റ്റ് ആയിരിക്കും എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല ഇതിൻ്റെ കാസ്റ്റിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതാണ് സൂക്ഷ്മദർശിനിയിലെ ക്യാരക്ടറിലേക്ക് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്.